മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 6 മണിക്ക് മാധ്യമങ്ങളെ കാണുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് മീഡിയ റൂമിലായിരിക്കും ഈ വാർത്താ സമ്മേളനത്തോട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഷഫീദ് റാവുത്തർ തിരിച്ചിരുന്നു വിവരങ്ങളുമായി. ഷഫീദ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എന്ത് പശ്ചാത്തലത്തിലാണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഇതിപ്പോൾ ഈ കപ്പൽ അപകടം അതൊക്കെ ഒരു സംസ്ഥാന സ്പെസിഫിക് ദുരന്തമായി പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. അതിൽ തന്നെയാണോ ഈ വാർത്താ സമ്മേളനം? മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായും അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പുതിയ പ്രകൃതി സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തിന്, ഒരു കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിലുമുള്ള വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ ഉറപ്പാണ്. അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, സംസ്ഥാനത്ത് ഇപ്പോൾ തുടരുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ, അതിതീവ്ര മഴ വരും ദിവസങ്ങളിലും തുടരും. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. രണ്ടാമത്തേത് MSC എൽസ 3 മുങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ സംസ്ഥാനം എടുക്കാൻ പോകുന്ന നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഇന്ന് വിവരങ്ങൾ പങ്കുവച്ചേക്കും. മൂന്നാമത്തേത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനമറിയുന്ന നിർണായക ദിവസം നാളെയാണ്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് രാഷ്ട്രീയ വിഷയങ്ങളിൽ മറുപടി പറയും എന്നുള്ളതും ശ്രദ്ധേയമാണ്. PV അൻവറിലൂടെ UDFിലെ അതൃപ്തി പുറത്തു വന്നടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റു ചില വിഷയങ്ങളും മറ്റു ചില പ്രത്യേക വിഷയങ്ങളും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മറുപടിയായി നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൊന്ന്, ഈ വയനാട് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേന്ദ്രാനുമതി ലഭിച്ചു. അപ്പോൾ ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകും. മറ്റൊന്ന്, ഈ ദേശീയപാത വിവാദം അതിങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനം ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. അങ്ങനെ രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയോട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. പ്രജിൻ.